പൂജ കഴിഞ്ഞ കുറെ സമയമായി തൊടുപുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മഴ മാറി നിൽക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ വെയിൽ തെളിഞ്ഞിരുന്നു. പക്ഷേ അന്തരീക്ഷം വീണ്ടും മാറിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തൊടുപുഴ ഉൾപ്പെടെയുള്ള നഗരപ്രദേശത്തടക്കം മഴ പെയ്യുന്നു. ജില്ലയുടെ എല്ലാ മേഖലയിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന ഒരു സംഭവം കുമളി പൂപ്പാറ സംസ്ഥാന പാതയിൽ വലിയൊരു മരം വീണിട്ടുണ്ട്. അവിടെ ആ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ തേയിലത്തോട്ടത്തിലൊക്കെ സാധാരണ നടുന്ന സിൽവർ റോക്ക് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട വലിയ മരമാണ്. സാധാരണ ഈ മരങ്ങളൊക്കെ കവാത്ത് നടത്തി അതിന്റെ ചില്ലകളൊക്കെ മുറിച്ചു നീക്കിയ അവസ്ഥയിലാണ്. ഇത്തരം മരങ്ങൾ സാധാരണ മറിഞ്ഞു വീഴാറില്ല. പക്ഷേ ഇതൊരു വൻ മരമാണ്. ആ മരം റോട്ടിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഇതൊരു പ്രധാന പാത കൂടിയാണ്. വാഹനങ്ങളൊന്നും ആ സമയത്ത് ഇതുവഴി വരാത്തത് വലിയ ആശ്വാസം, അല്ലെങ്കിൽ വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതെങ്കിലും വാഹനം വരുന്ന സമയത്താണെങ്കിൽ ആ വാഹനം പൂർണ്ണമായും തകർന്നു പോകാൻ തരത്തിൽ വലുപ്പമുള്ള ഒരു വലിയ മരമാണ്. ഏറെ പനിപ്പെട്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ മരം അവിടെ നിന്ന് മുറിച്ചു നീക്കിയത്. അതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പെരിയാർ നദിയിലെ ജലനിരപ്പ് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. അവിടെ നിന്ന് അടക്കം വെള്ളം ഒഴുകിയെത്തുന്നത് പെരിയാറിലൂടെയാണ്. ചപ്പാത്ത് പാലത്തിനോട് തൊട്ട് ചേർന്ന് വെള്ളം എത്തിയിരിക്കുന്നു. സാധാരണ ഈ ചപ്പാത്ത് ഭാഗത്താണ് പെരിയാർ നദിയിൽ കരകവിഞ്ഞൊഴുകുകയും വീടുകളിലൊക്കെ വെള്ളം കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. ആ ഭാഗത്ത് ജലനിരപ്പ് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇനിയും മഴ തുടർന്നാൽ ഒരുപക്ഷെ ആ ഭാഗത്ത് പെരിയാർ കരകവിഞ്ഞൊഴുകാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഇത്തരം വെള്ളം ഒഴുകിയെത്തുമ്പോൾ ഇടുക്കി ഡാമിലെ ജലനിരപ്പും ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം അവിടെ നിന്നുള്ള വെള്ളം നേരെ ഒഴുകിയെത്തുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ വരെ പെയ്ത ശക്തമായ മഴയിൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരം വീണുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു 5-ലേറെ വീടുകൾ ഇതിനകം തന്നെ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ തകർന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ജില്ലാ ഭരണകൂടം ഇതുവരെ നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാത്തത് എന്ന കാര്യം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പല സ്ഥലത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിൽക്കുന്ന മേഖലയാണ്. എന്നിട്ടും അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാത്തത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ആളുകൾ ബന്ധുവീടുകളിലേക്ക് പോകാൻ തയ്യാറായതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടില്ല. അനിഷ്ട സംഭവങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നത് വീടുകൾക്ക് മേളിലേക്ക് മരം വീണുണ്ടായ നേരിയ പരിക്ക് ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ്. അത് പക്ഷേ ഏതെങ്കിലും രീതിയിൽ ജീവാപായം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു അപകടമായി ഇത് മാറിയിട്ടില്ല. പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത, കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാത, അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാന പാതകൾ, കുമളി പൂപ്പാറ സംസ്ഥാന പാത, മറയൂരിൽ നിന്ന് മൂന്നാറിലേക്ക് വരുന്ന സംസ്ഥാന പാത, അതോടൊപ്പം തന്നെ മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് പോകുന്ന സംസ്ഥാന പാത, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട പാതകളും മരം വീണും അതോടൊപ്പം തന്നെ മണ്ണിടിഞ്ഞുമൊക്കെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ലോവർ പെരിയാർ പവർ സ്റ്റേഷനിലേക്ക് മണ്ണിടിച്ചിലുണ്ടായി. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ആ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. 2 ഫീഡറുകൾ, ഡാമുകൾ തുറന്നിട്ടുണ്ട്. പലയിടങ്ങളിലെയും നദികളിലേക്ക് ജലനിരപ്പ് ഉയരുന്നുണ്ട്, മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇടുക്കി ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള ജാഗ്രതയൊക്കെ പാലിക്കേണ്ടതാണ്. ജെ.എൻ.എസ്. രാജുവാണ് വിവരങ്ങൾ നൽകിയത്.